ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടാ. ഇപ്പം ഏതാണ്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ മോഡലാണ് നൗഷാദ് തുടങ്ങുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ AP സമസ്തയിലുള്ള ലീഡേഴ്സിനെയും അഥവാ സുലൈമാൻ ഉസ്താദിനടക്കം AP ഉസ്താദിനടക്കമുള്ള ആളുകളെയും അതാണല്ലോ ലീഡേഴ്സ്, അവരെയും പേരോടുസ്താദിൻ്റെ ശിഷ്യന്മാരെയും എല്ലാവരും വെല്ലുവിളിക്കും. അമ്മേ പേടിയാകുന്നുണ്ട് എൻ്റെ വെല്ലുവിളി കേട്ടിട്ട് നമ്മളിതൊക്കെ പാടെ ഒലിച്ചു പോകുക എന്നുള്ളത്. അല്ലോ അങ്ങനൊന്നും വിളിച്ചല്ലടാ, വെല്ലുവിളിച്ചല്ല പ്ലീസ് നൗസോ. എൻ്റെ അടിയെന്ന് പറഞ്ഞാൽ കാല് പിടിക്കാം. അങ്ങനെ വെല്ലുവിളിച്ചല്ലേ. എവിടുന്നാ ചങ്ങായി ഇജൊക്കെ വണ്ടി അരിയത്? എവിടുന്നാ വണ്ടി അരി? ഓനൊന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് പറയാം. ഓൻ പറയുന്ന കേട്ടോളിട്ടോ, വെല്ലുവിളിച്ചത് കേട്ടോളിയേ. AP സമസ്തയുടെ ലീഡേഴ്സിനെയും പേരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബ്നു തൈമിയ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആ ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കൂ നിങ്ങൾ. മോനെ ദിനേശ, ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല. ലീഡേഴ്സും വേണ്ട, പേരോടുസ്താദും വേണ്ട, പേരോടുസ്താദിൻ്റെ അനുയായികളും ശിഷ്യന്മാരും വേണ്ട. അനുയായികളിൽ നിന്ന് ചെറിയ SBS എന്നൊക്കെ പറയില്ലേ, അതിൽപ്പെട്ട കുട്ടികൾ മതി എനിക്ക് മറുപടി അറിയാനും. ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ SBS കുട്ടികൾ മതി എനിക്ക് മറുപടി പറയാനും. മേലക്കൊന്നും പോകണ്ട. ആരാപ്പോൾ തലവേദന ഉണ്ടായ കോഴിക്കോട്ട് പോയാലും മെഡിക്കൽ കോളേജിൽ പോയാലും ഉണ്ടോ? പിന്നെ നെഞ്ഞുവേദന ഉണ്ടായ പോകാൻ തലുണ്ടാവില്ലല്ലോ. നമ്മൾ ചെറിയ തലവേദനയൊക്കെ ഉണ്ടായ അടുത്ത് കൂടി ഉള്ളോടത്തുനിന്ന് കുടിച്ചടാ ഗുളിക. തലവേദന ഉണ്ടായ എൻ്റെ ചുറ്റുഭാഗത്തുള്ളോടത്തുനിന്ന് കുടിക്കൂ ഗുളിക. അവിടെയുള്ള ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പിന്നോ അവിടെ വല്ല കടയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ പാരസിറ്റാമോളോ പെനഡോളോ ഒക്കെ കൊടുങ്ങാണ്ട് കുടിക്ക്. എന്നിട്ട് മാറണില്ലെങ്കിൽ പോയാൽ പോരെ മെഡിക്കൽ കോളേജിക്കോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിക്ക്. തലവേദന ഉണ്ടായും പാടന്നെ മെഡിക്കൽ കോളേജിക്ക് പോവല്ലേ. എന്താ ഇപ്പം കരുതിയിരിക്കണത്? നേരെ ലീഡേഴ്സിക്കാണ് ചാടണത്. അനക്കെന്താ അറിയോ, അനക്ക് അങ്ങോട്ട് ചെന്ന് ചാടിയിട്ട് അവിടെ എന്ത് ചെയ്യണം എന്ന് ഒച്ചുണ്ടാക്കി നോക്കണം. അതിനിപ്പോൾ താൽക്കാലികം ഞങ്ങളെ നേതാക്കന്മാർ എൻ്റെ പരിപാടിയിൽ കേൾക്കണമില്ല. ഞങ്ങളെ നേതാക്കന്മാർ എന്നെ തുറാബാക്കി എന്നെ വിട്ട് കളഞ്ഞു. ഇജൊരു ചളിയാണെന്നുള്ളത് മനസ്സിലാക്കി. വെറും ചളി എന്നല്ല, ചളിമല ചളിയാണെന്ന് മനസ്സിലാക്കി. ചാണകം ചേർത്ത ചളിയാണെന്ന് മനസ്സിലാക്കലോട് കൂടെ അങ്ങനെയാണ്. ചളി മാത്രമല്ല, ഇജൊരു ചാണകസംഖ്യ ചളിയാണ്. അപ്പോൾ അതിനോടുകൂടെ എൻ്റെ ഒരു പരിപാടി ഞങ്ങളെ നേതാക്കന്മാരാരും കേൾക്കുന്നില്ല. എന്നാൽ പോലെ എനിക്ക് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ കേൾക്കാറുണ്ട്. പറയണ എന്താണെന്നൊന്നും കേൾക്കുമ്പോഴാണല്ലോ എന്നുള്ള നിലക്ക്. അങ്ങനെ ഇപ്പം എൻ്റെ ലൈവിൽ തന്നെ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. കാരണം എന്താ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ലൈവുകൾ ഒരു 600 ആൾക്കാരുണ്ടായിരുന്നു. ഇന്നാൾ ഒരു കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ പരിപാടി നടന്നതിൽ ആകെ 170 ആൾക്കാരെ ലൈവിലുണ്ടായിരുന്നത്. കാരണം ഓരോ ആൾക്കാരൊക്കെ കൊഴിഞ്ഞു പോയി, ഓർക്കൊക്കെ സത്യം ബോധ്യപ്പെട്ടു. പിന്നെ നമ്മളെപ്പോലത്തെ കുറച്ച് ആളുകൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഇവൻ്റെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കേൾക്കുക. അതല്ലാതെ ഇനിയിപ്പോൾ ഏത് നിലക്ക് പറഞ്ഞാലും എൻ്റെ ഒപ്പം ഞങ്ങളാരും വരൂല. എങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാക്കിക്കോ. ലീഡേഴ്സിനെ വെല്ലുവിളിക്കുക. ലീഡേഴ്സിനെയും ഏത് ക്ലിപ്പാണ് അത് ശരിക്ക് പേരോട് ഉസ്താദിൻ്റെ ഇട്ടിക്കണത്? അന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുക. ഏത് ക്ലിപ്പ്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നവുമായി കൊണ്ട് കട്ടുമുറിച്ചു അല്ലേ? വെറും ജൂതന്മാരെ സ്വഭാവം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പല കേസുകളും പേരോട് ഉസ്താദ് പറഞ്ഞത് കട്ടുമുറിച്ചു. അപ്പുറവും ഇപ്പുറവും കട്ടു ഇല്ലേ? ചെയ്തിട്ടില്ലേ നൗഷാദെ? പൊന്മള ഉസ്താദ് കക്കാടിൻ്റെ ത്വരീക്കത്തിൻ്റെ ഷെയ്ഖിനെ പറഞ്ഞ വിഷയം കട്ടുമുറിച്ചു. അത് എവിടെക്കിട്ടു? മടവൂര് CM വലിയുള്ളയിലേക്ക് ഇട്ടു അല്ലേ? കട്ടുമുറിച്ചില്ലേ നൗഷാദെ? കട്ടുമുറിച്ചില്ലേ? ജനൊന്ന് ചിന്തിച്ചോക്കെ, അതൊക്കെ നമ്മൾ ചെയ്ത പണി തന്നെയല്ലേ നൗഷാദെ?
അതുപോലെ എല്ലാ വിഷയം ഓരോന്നല്ല. ഇബ്നു തൈമിയ്യയുടെ വിഷയം 1.5 മണിക്കൂറോളം അഭിമുഖം നടത്തിയ ആ പരിപാടിയിൽ നിന്ന് വളരെ കുറഞ്ഞ ഭാഗം എടുത്തിട്ട് കണ്ട് എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കി. അതിന് പിന്നെ പേരോട് ഉസ്താദിൻ്റെ മറുപടി പറഞ്ഞു, അത് വേറെ വിഷയം, അതോടെ അത് തീർന്ന്. പിന്നെ ഏത് വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയുടെ രൂപത്തിലേക്ക് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പേരോട് ഉസ്താദിൻ്റെ തൊള്ളേറ്റ് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയാണ് എന്നോ അതല്ലെങ്കിൽ വാപ്പയെ പോലെയാണ് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് നിനക്ക് തെളിയിക്കാൻ കഴിയോ? എൻ്റെ കക്കൂസ് തൊള്ളേറ്റ് പോരാ, എൻ്റെ കക്കൂസായ തൊള്ളേറ്റ് പോരാ, ശരിക്ക് തെളിവ് സഹിതം എനിക്ക് പറയാൻ കഴിയോ? ഏതോ ഒരു വിഷയങ്ങൾ പേരോട് ഉസ്താദ് ഇങ്ങനെ, പേരോട് ഉസ്താദ് മോനെ ഇജ് കരുതിയ ആളല്ല. പേരോട് ഇജ് പിന്നെ മനസ്സ് കരുതുന്ന പേരോട് ഉസ്താദ് മാനത്ത് കാണുന്നത് പേരോട് ഉസ്താദ് മനസ്സ് കരുതും. പേരോട് ഉസ്താദിൻ്റെ മനസ്സ് അതിനെത്തും. ഇജെന്താ കരുതിക്കണത്? പേരോട് ഉസ്താദിന് എന്താ കരുതി? എൻ്റെ കാട്ടുകള്ളനാണെന്ന് എഴുതിയോ? എൻ്റെ കോമാടൻ അദ്വാണെന്ന് എഴുതിയോ? പേരോട് ഉസ്താദിൻ്റെ എൻ്റെ കോമാടൻ അദ്ദുവിൻ്റെ ആ 10,000 കൂടിയാൽ ഒരു പേരോട് ഉസ്താദാവൂല. എന്നാ പോലെ എനിക്ക് അതാ പേരോട് ഉസ്താദ്. കോമാടൻ അദ്ദു 10,000 വന്നാലും ഞങ്ങളെ പേരോട് ഉസ്താദിൻ്റെ സ്ഥാനത്തേക്ക് എത്തൂല. അതാ ഞങ്ങളെ പേരോട് ഉസ്താദ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിലും ഏത് വിഷയമാവട്ടെ, ആ വിഷയം പേരോട് ഉസ്താദിൻ്റെ തൊള്ളേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ പിന്നെ ജാമ്യവും മാനിയും ആയി. അതാ പേരോട് ഉസ്താദ്. ഇതെന്താ കരുതിയിരിക്കണത് പേരോട് ഉസ്താദിനെ? അനക്കറിയാം. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യണത്, അതിൻ്റെ റാണിയിലേക്ക് നോക്കുന്നത്. എനിക്കിതൊക്കെ അറിയാലോ. അതുകൊണ്ടാണല്ലോ പേരോട് ഉസ്താദിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എല്ലാവർക്കും പേരോട് ഉസ്താദിനോട് വലിയ മഹബത്താ. സംഘടനയിലുള്ള എല്ലാവർക്കും, സംഘടനയുടെ പുറത്തുള്ളവർക്കും, AP സമസ്തയിലുള്ളവർക്കെന്ന് മാത്രമല്ല EK സമസ്തയിലുള്ളവർക്കും പലർക്കും, നമ്മളൊക്കെ മൗലവിമാരായി ജോലി ചെയ്യുന്നവരാണല്ലോ, പല ഉസ്താദുമാരും പറയും, ഖതീബുമാർ പറയും, പ്രസംഗിക്കാൻ പേരോടിൻ്റെ ഒരു വയത് നാട്ടിൽ നിന്ന് പള്ളിക്കൊക്കെ പോരുമ്പോൾ അത് ഫോണിൽ അവിടെ വെച്ചാൽ പിന്നെ ആ വെള്ളിയാഴ്ച വയത് വരാൻ വേറെ നോക്കണ്ട, പേരോടിൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടും. അത് നമ്മളെ സംഘടനൻ്റെ ആൾക്കാർ പറയുന്നതല്ല, സഹോദര സംഘടനയിലുള്ള ആളുകൾ പറയുന്ന. അത് പേരോട് ഉസ്താദിനോടുള്ളൊരു മഹബത്ത്, പേരോട് ഉസ്താദിൻ്റെ വയതും പേരോട് ഉസ്താദിൻ്റെ തത്വയും പേരോട് ഉസ്താദിൻ്റെ പ്രവർത്തനമാണ്. അത് മനസ്സിലാക്കണം. അനക്ക് പേരോട് ഉസ്താദിനോട് CD കച്ചവടം നടന്നില്ല എന്നുള്ള വെറുപ്പാണ് എനിക്കുള്ളത്. ഇത് മറുസംഘടനക്കാരൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നിങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കണം. ഇവനെ ഒരു കാരണം പുറത്തു വരാൻ, അതല്ലെങ്കിൽ പേരോട് ഉസ്താദിന് ഇവനോടൊരു വെറുപ്പ് വരാൻ കാരണം മർക്കസു സഖാഫത്തിയയുടെ സുന്നിയയുടെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക്, വിസ്മയ പാർക്കിലേക്ക് ഹമീദ് ഫൈസി അമ്പലക്കടവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പോയി അവിടെ കുളിക്കുന്നതും അവിടെ ചാടുന്നതും ഇതിലൂടെ നടക്കുന്നതുമൊക്കെ ഒരു വീഡിയോ എടുത്തു കൊടുന്ന് ക്ലിപ്പാക്കി പേരോട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ നല്ലൊരു വിഷയം കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് മർക്കസിൻ്റെ സമ്മേളനത്തിന് പ്രചരണം നടത്തണം. എന്താ ഹസനി വിഷയം? ഹമീദ് ഫൈസി അമ്പലക്കട വിസ്മയ പാർക്കിലൂടെ തെണ്ടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പേരോട് ഉസ്താദ് പറഞ്ഞു ഇവനോട്, ഹസനി അത് പറയാൻ പാടില്ല, അത് ചെയ്യരുത്. ആശയത്തിന് ആശയം കൊണ്ട് എതിർക്കുക, ആശയത്തിന് ആശയം കൊണ്ട് നേരിടുക. അവർ പറയുന്ന ആശയത്തിന് അങ്ങനെയാണ് നേരിടുന്നത്. അതല്ലാതെ അദ്ദേഹം ആ രൂപത്തിലൂടെ എവിടെയെങ്കിലും കുളിക്കുന്നതും അതിനെ നീന്തുന്നതും അദ്ദേഹത്തിനെ കൊച്ചാക്കി കാണിച്ചിട്ട് അത് വഹാബികൾക്കൊരു അദ്ദേഹത്തിനെ അടിക്കാനൊരു വടിയായി കിട്ടുമെന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിനൊക്കെ അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടാവുകയില്ല.
മാത്രമല്ല മറുസംഘടനയിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിവുള്ളൊരു വ്യക്തി അദ്ദേഹമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 5000-ഓളം CD അടിച്ചു വെച്ചിരിക്കുക. അപ്പോഴത് മർക്കസിൻ്റെ സമ്മേളനത്തിൽ പ്രചരണം പ്രകാശനം ചെയ്യാൻ പാടില്ല എന്നറിയണത്. അപ്പോഴാ വണ്ടി പോയ അണ്ണാൻ്റെ മാതിരിയാകണത്. അന്ന് മുതലേ ഇവനും രാമന്തളിക്കും ആരോട് പ്രശ്നമാണ്? പേരോട് ഉസ്താദിനോട് പ്രശ്നം. പിന്നെ രാമന്തളി പിന്നെ അതിക്കടെ കയറിക്കൂടി, അത് വേറെ വിഷയം. അവിടെ ചെന്ന് നോക്കുമ്പോൾ രാമന്തളി അവിടെയും പിത്തനുണ്ടാക്കിക്കൊണ്ടാണെന്നുള്ളത് അതിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ, അത് വേറെ. ഇവൻ്റെ സുഹൃത്തായി നിന്നിരുന്ന ആളെ രാമന്തളി. ഈ രാമന്തളി പോയി ആ മറുസംഘടനയിൽ പോയി അവിടെയും കുത്തിത്തിരിപ്പാ. അതാ വോയിസുകൾ കണ്ടമാനം വരുന്നു. ഇവൻ എന്ത് ചെയ്തു? ഇതിൽ എടുത്തുകൊണ്ട് എറിയും ചെയ്തു. അന്ന് തുടങ്ങിയത് അത് അന്ന് ഇവനെ ഇതിലേക്ക് ഈ ത്വരീക്കത്തിലേക്ക് ചെന്നിട്ടില്ല, ഈ കാട്ടുകള്ളൻ്റെ ഒപ്പം കൂടിയിട്ടില്ല. അതിൻ്റെ മുന്നത്തെ അവസ്ഥയെ ഞാനീ പറയുന്നത് കേട്ടോ. കാട്ടുകള്ളൻ്റെ ഒപ്പം കൂടുന്നതിൻ്റെ മുന്നത്തെ അവസ്ഥ ഞാനീ പറഞ്ഞത്. അന്നേ ഇവന് പ്രശ്നം. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വിളിച്ചൊരാൾ ഈ കെ സമസ്തയിലുള്ള ചെറുപ്പക്കാരനാണ്. ഇവൻ്റെ ആളായിരുന്നു ഞാൻ. നൗഷാദിൻ്റെ ആളായിരുന്നു, കോമാട്ടുചാലിൽ ഹാഫിലിൻ്റെ ആളായിരുന്നു. പക്ഷേ നിങ്ങളുടെ പല പരിപാടികളും കേട്ട് നോക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയി. അവിടെ പല 2-3 പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചു. പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് വെറും കാട്ടിക്കൂട്ടലാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ ഇന്നാലിന്ന ഷെയ്ഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതി കടന്ന് എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആ പോക്ക് നിർത്തി എന്നെന്നോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു കൊണ്ടുവന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഈ കെ സമസ്തക്കാരനാണ്, അതിലുള്ള ആളാണ് എന്നും പറഞ്ഞു എന്നോട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തക്കാരെ, മറ്റുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തളി ഇവൻ്റെ ഈ കെണിയിൽ പെട്ടുപോകണ്ട എന്ന്. ഇവൻ അത്രയും നജസാണ് വട്ടൂരികൾ. കാരണം ആകെ അരപ്പാക്കാൻ വേണ്ടി കൊണ്ട് നടക്കുക. ഒരു ഉളുപ്പില്ലാതെ ദീനെ കൊച്ചാക്കുന്നു.